നമസ്കാരം. 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ നോക്കാം. തിരുവനന്തപുരം നഗരസഭയിൽ 5 വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നീക്കം. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ കഴിഞ്ഞ തവണ മത്സരിച്ച പൂന്തുറ വാർഡ് കോൺഗ്രസ് ഏറ്റെടുത്തതോടെ ജോസഫ് വിഭാഗത്തിന്റെ സമാന്തര നീക്കം. കവടിയാറിൽ KS ശബരിനാഥനെതിരെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പ്രതിഷേധം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. UDFിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അനുയായികൾ ഉള്ളത് വേണുഗോപാലിനൊപ്പം. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ CPMന് ആലപ്പുഴയിൽ ദോഷമുണ്ടാവുമെന്ന് വെള്ളാപ്പള്ളി. സുധാകരനെ ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത്. സുധാകരൻ വളർത്തിയവരാണിപ്പോൾ കാലുവാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണപ്പാളി പരിശോധിക്കാതെ KS ബൈജു ബോധപൂർവം മാറി നിന്നതായി കണ്ടെത്തൽ. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് പരിശോധിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്തെന്ന് വിജയകുമാറിന്റെ മൊഴി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നു. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. 10 ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ അധ്യക്ഷനെ ഇന്നറിയാം. മുൻ MLA TK ദേവകുമാർ, മുൻ MP A. സമ്പത്ത് എന്നിവർ പരിഗണനയിൽ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് രോഗി മരിച്ചതിൽ പ്രതിഷേധം ശക്തം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി വേണുവിന്റെ കുടുംബം. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കോൺഗ്രസ്. വർക്കലയിൽ ട്രെയിനിൽ അക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരി ബോധം വീണ്ടെടുത്തില്ല. തലച്ചോറിനേറ്റ ക്ഷതം വെല്ലുവിളിയെന്ന് ഡോക്ടർമാർ. റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കുതിരാനിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിൽ ആശങ്ക. വയനാട്ടിൽ നിന്ന് കുങ്കി ആനകളെ എത്തിച്ച് തുരത്താൻ ശ്രമം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64.66% പോളിംഗ്. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ. സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് ഇന്ത്യ സഖ്യം. അനുകൂല തരംഗമെന്ന് NDA. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ന്. അമേരിക്കയിൽ വിമാന സർവീസുകൾ 10% വെട്ടിക്കുറയ്ക്കും. 4000-ഓളം വിമാന സർവീസുകൾ നിലയ്ക്കും. ആഭ്യന്തര വിമാന സർവീസുകൾ കുറച്ചത് ഷട്ട്ഡൌൺ സാഹചര്യത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തർക്കങ്ങളും രൂക്ഷമാവുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ 25 വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. കഴിഞ്ഞ തവണ മത്സരിച്ച പൂന്തുറ വാർഡ് കോൺഗ്രസ് ഏറ്റെടുത്തതോടെയാണ് ജോസഫ് വിഭാഗത്തിന്റെ സമാന്തര നീക്കം. കവടിയാറിൽ KS ശബരിനാഥനെതിരെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിഷേധം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് 86 വാർഡുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച കോൺഗ്രസിന് വെല്ലുവിളി തീർത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അപ്രതീക്ഷിത നീക്കം. UDF ഘടകകക്ഷികളുമായി നടന്ന സീറ്റ് ചർച്ചയിൽ RSPക്ക് 5-ഉം CMPക്ക് 3-ഉം വീതം സീറ്റുകൾ നൽകിയിട്ടും 2020 മത്സരിച്ച ഏക സീറ്റ് ഇത്തവണ നൽകാഞ്ഞതോടെയാണ് ജോസഫ് വിഭാഗത്തിന്റെ സമാന്തര ഇടപെടൽ.
കോൺഗ്രസ് ഏറ്റെടുത്ത പൂന്തുറ സീറ്റിന് പകരം മറ്റൊന്ന് വിട്ടു നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതിന് വഴങ്ങാൻ തയ്യാറാകാഞ്ഞതോടെയാണ് 25 വാർഡുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് അലക്സാണ്ടറാകും മത്സരിക്കുക. ഇതിനു പുറമെ പൂങ്കുളം, കാലടി, കഴക്കൂട്ടം, ചെട്ടിവിളാകം, നേമം, തിരുവല്ലം ഉൾപ്പെടെ 25 വാർഡുകളിലാകും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വിമത ഭീഷണി ഉയർത്തുക. അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും പൂന്തുറയ്ക്ക് പകരം ഒരു സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന നിലപാടിൽ ജോസഫ് വിഭാഗം കടുംപിടുത്തം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിശദാംശങ്ങളുമായി ചേർന്നു. ഡാൻ, 25 വാർഡ് എന്നതിലുപരിയായി മുന്നണിക്കകത്തുള്ള ഒരു പ്രശ്നം, ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ശബരിക്കെതിരെ പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം, പൂന്തുറയാണ് പ്രശ്നം. അത് എത്രത്തോളം പരിഹരിക്കാൻ സാധ്യതയുണ്ട്? ഈ മുന്നണിക്കകത്തെ കല്ലുകടി എന്ന റിപ്പോർട്ടുകൾ ഈ തുടക്കത്തിൽ തന്നെ പുറത്തു വരുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നില്ലേ? അതായത് നേമത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നേമത്തിന്റെ ചുമതലയുണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് ആ കോർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ഇന്നലെയാണ്. അതുമായി ബന്ധപ്പെട്ട അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ് പുതിയൊരു പ്രശ്നം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പൂന്തുറ വാർഡ് കേരള കോൺഗ്രസിനായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ആ കാരണത്തിന്റെ പേരിലാണ് ഇത്തവണ UDF പൂന്തുറയിൽ അവർക്ക് സീറ്റ് നിഷേധിക്കുന്നത് എന്ന തരത്തിലാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും പൂന്തുറ സീറ്റ് നൽകാതിരിക്കുകയും പകരം മറ്റൊന്ന് വിട്ടുവീഴ്ചയായി മറ്റൊരു സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോയിരിക്കുന്നത്. ഏതാണ്ട് 25 സീറ്റുകളിൽ വാർഡുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് 25 മണ്ഡലങ്ങളിൽ 25 സീറ്റുകളിൽ വിമത ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. അനുനയ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്രയധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു ഘട്ടത്തിലെ പ്രചാരണം പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു എഡ്ജ് കെടുത്തുന്ന തരത്തിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഈ നീക്കം. മുന്നണിക്കുള്ളിൽ അതുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ ചെറുതല്ല. കാരണം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതെ നോക്കുക എന്ന് പറയുന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. അവിടെയാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കാനായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം ഇനി തയ്യാറാകുമോ എന്നത് കാണാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ CMPക്കും അതോടൊപ്പം തന്നെ RSPക്കും അടക്കം, അതായത് RSPക്ക് 5ഉം CMPക്ക് 3ഉം സീറ്റുകളാണ് നഗരസഭയിൽ നൽകിയത്. പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റ് പോലും നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് 25 സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയും ചെയ്തത്. എന്തായാലും നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം കേരള കോൺഗ്രസിന്റെ ഈ തലസ്ഥാനത്തെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇനി തയ്യാറാകും എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായി ഈ സീറ്റ് വിഭജനം മാറിയതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഈ വിമത സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അപ്രതീക്ഷിത നീക്കം. ഡാൻ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല, 10 വോട്ടുകൾ പോലും നിർണായകമാവുന്ന, അല്ലെങ്കിൽ അത്ര ചെറിയ വ്യത്യാസം പോലും നിർണായകമാവുന്ന സാഹചര്യമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും കോർപ്പറേഷനിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ വേണ്ടി UDF, കോൺഗ്രസ് ഒക്കെ ഇത്രയും തീവ്രമായി ശ്രമിക്കുമ്പോൾ ഈ വിമത സ്ഥാനാർത്ഥികൾ ഒരാൾ വിചാരിച്ചാൽ മതി, ഈ കവടിയാർ വാർഡിൽ അടക്കം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ അത്രയൊക്കെ വിചാരിച്ചാൽ മതിയല്ലോ. ആ ഗൗരവത്തോടെ ഈ വിഷയത്തെ നേതൃത്വം കാണുന്നുണ്ടോ? ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, തനിച്ച് ഈ 25 വാർഡുകളിൽ 10 സ്ഥലത്ത് പോലും ജയിക്കാൻ കഴിയുമെന്നൊന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കരുതുന്നുണ്ടെന്ന് നമുക്ക് അത്തരമൊരു വിലയിരുത്തലൊന്നും അവർക്കില്ല. പക്ഷേ
ഈ 25 വാർഡുകളിലും കൃത്യമായി സ്വാധീനമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികളായി അവർ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. അങ്ങനെ വന്നാൽ ഏതാണ്ട് 200 മുതൽ 300 വോട്ടുകൾ വരെ ഓരോ വാർഡിലും ഉറപ്പാക്കാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾക്ക് കഴിയുമെന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ അത് ഓരോ വോട്ടും നിർണായകമായി മാറുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ വോട്ടും നിർണായകമായി മാറുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഏറെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അത് തന്നെയാണ്, അതായത് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മറ്റൊരാളുടെ വിജയത്തെ സ്വാധീനിക്കാൻ കൃത്യമായി ഈ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും. അത് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ അപ്രതീക്ഷിതമായി ഈ പൂന്തറ സീറ്റ് നൽകാതിരുന്നതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി എന്നവണ്ണം 25 സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോസഫ് വിഭാഗം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന നേതൃത്വവുമായി ഒരുപക്ഷെ ചർച്ച നടത്തിക്കൊണ്ട് ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യത മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതല്ല എങ്കിൽ 25 വാർഡുകളിലും ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി UDF-ന്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന UDF ക്യാമ്പിൽ തലസ്ഥാനത്ത് ഉണ്ടാക്കാനാണ് സാധ്യത. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണം തുടങ്ങിക്കൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് UDF ശ്രമിക്കുന്നത്. അതിനിടയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു തർക്കവും കല്ലുകടിയും ഒക്കെ ഉണ്ടാവുന്നത്. അതിനെ എങ്ങനെ പരിഹരിക്കും എന്നതാണ് കാണേണ്ടത്. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാക്ക് എന്നതാണ് ശ്രദ്ധേയം. അനുയായികൾ ഉള്ളത് വേണുഗോപാലിനൊപ്പമാണ്. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ പ്രസൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വിടുവാൻ എനിക്ക് ശ്രമിച്ചത് സോണിയയുടെ മകനെ. ഇയാൾ അവിടെ വേണം പുള്ളിക്ക് പല കാര്യങ്ങൾക്കും. അയാളിപ്പോൾ നേതാവായില്ല. അയാൾ നമുക്ക് എത്ര വന്നാലും ഞാനുമായിട്ട് പല ഗുസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ. കാരണം ഇന്നത്തെ പരിസ്ഥിതിക്ക് കാരണം കോൺഗ്രസിൻ്റെ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. പിന്നെ ഇതൊക്കെ സാധ്യത പറഞ്ഞാലും കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട സാധ്യത. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ ആലപ്പുഴയിൽ CPM-ന് അതിന്റെ ദോഷമുണ്ടാവുമെന്ന് വെള്ളാപ്പള്ളി. സുധാകരനെ ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത്. സുധാകരൻ വളർത്തിയവരാണ് ഇപ്പോൾ കാലുവാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുധാകരൻ സാറിനെ ഒന്നും വെറുപ്പിക്കാതെ കൊണ്ടുപോകണം. സുധാകരൻ സാർ ഒരു അപ്രസക്തനായ ഒരാളായിട്ട് കാണരുത്. അദ്ദേഹത്തിന് ഇന്നും വളരെയധികം പേരുകൾ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച് നിർത്തരുത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രിയനാണ്. അദ്ദേഹം വളർത്തിക്കൊള്ളുന്നവരാണ് പലരും അദ്ദേഹത്തിനെ കാലുവാരിയത്. അദ്ദേഹത്തെ കൂടെ ഒരു വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകാനുള്ള നയം ആലപ്പുഴ എടുത്തില്ല എങ്കിൽ അതിൻ്റേതായ ചെറിയ ദോഷങ്ങളൊക്കെ ആലപ്പുഴ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്തു പോയി എങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു ശക്തി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള നേരെ തന്നെ അത് അവിടെ നിന്നല്ല എല്ലായിടത്തും പാർട്ടിയുടെ ചെറിയ ചെറിയ ഗ്രൂപ്പും വഴക്കും ഒക്കെ അധികാരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അടുത്തത് VD സതീശനെ കുറിച്ചാണ്. VD സതീശനൊപ്പം ഒരു മരപ്പട്ടി പോലും ഇല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശന് വിവരം വഴിയേ പോയിട്ടില്ല. സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് പെരുമാറ്റം. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ പോലെയാണ് ആനയായി വന്ന് എലിയെപ്പോലെ സതീശൻ കഴിയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസിനകത്ത് ആരാണ് നേതാവ്? ഒരു പ്രതിപക്ഷ നേതാവുണ്ട് സതീശൻ. സതീശൻ എന്ന് പറഞ്ഞാൽ വിവരമെന്ന് പറഞ്ഞാൽ വഴിയേ പോയിട്ടില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ആരോടൊരു മാന്യവും മര്യാദയായിട്ട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതാണ്. പറിച്ചു കേട്ട താനെ ഏതാണ്ട് മുകളിൽ നിന്ന് സ്വർഗരാജ്യത്ത് നിന്ന് ദൈവദൂതനായിട്ട് ഇങ്ങിട്ട് ഇറക്കി വിട്ട ആളിനെ കൂട്ടുള്ള വർത്തമാനമാണ്.
വന്ന് ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും കൂടെയില്ലാത്ത പരുവത്തിലായില്ലേ. അഹങ്കാരം ഒരിക്കലും ഒരു വിനയമാണ് മനുഷ്യർക്ക് വേണ്ടത്. പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും ഇത് വിനയമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ രീതിയാണ് പദവിയും പ്രതാപവും പറച്ചത്. വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. പിന്നെ കോൺഗ്രസ്സിന് ആരാ ഉള്ളത്? ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, വെള്ളാപ്പള്ളി ശരണ്യയോട് സംസാരിക്കുമ്പോൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇത്രയും കാലമില്ലാത്ത തരത്തിൽ പെട്ടെന്ന് KC വേണുഗോപാലിനോട് വെള്ളാപ്പള്ളിക്ക് ഒരു സംശയം എന്ന് തോന്നുമ്പോഴാണ് തൊട്ടു പിന്നാലെ സതീശനോടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതായത് സതീശൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല, അതിന് യോഗ്യൻ KC വേണുഗോപാൽ തന്നെയാണ് എന്നത് തന്നെയല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഓരോ ഘട്ടത്തിലും VD സതീശനെ കടന്നാക്രമിക്കുന്ന രീതി തന്നെയാണ് ശ്രീജ വെള്ളാപ്പള്ളി നടേശൻ വെച്ച് പുലർത്തിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് VD സതീശനെതിരെ ഏറ്റവും അധികം രൂക്ഷമായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എങ്കിൽ പോലും അദ്ദേഹവും കോൺഗ്രസിലെ നിലവിലത്തെ ഒരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെ വിലയിരുത്തുന്നു, അവരുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനായിരുന്നു അത്തരത്തിലൊരു മറുപടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം വ്യക്തമാക്കിയത് VD സതീശന്റെ കൂടെ ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും ഇല്ല എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയുമാണ് ആളുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പുലർത്തേണ്ട പക്വതയോ പാകതയോ കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം അത് പല സമയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒരുപക്ഷെ അണികൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അണികൾ ഇപ്പോൾ VD സതീശനൊപ്പം അണികളില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി എന്നുള്ളൊരു ഭാവമാണ് VD സതീശന് ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയം തന്നെ നമുക്കറിയാം, ആലപ്പുഴയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും KC വേണുഗോപാലുമായി എതിർചേരിയിൽ നിന്നിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ SNDP യോഗം ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പരസ്യമായി അഭിനന്ദിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതും ആ ഒരു ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് എന്നുള്ളത് തന്നെ പറയാം. കാരണം KC വേണുഗോപാൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും KC വേണുഗോപാലിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ഒരു മലയാളി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ രണ്ടാമത്തെ ആളായി വളർന്നു വന്നു എന്നുള്ളതിൽ അഭിനന്ദനാർഹം തന്നെയാണ്. മാത്രമല്ല അണികളുള്ളത് KCക്കൊപ്പം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ കോൺഗ്രസ് അത്തരത്തിൽ UDF ഒരു മുഖ്യമന്ത്രി മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവരേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കുൾപ്പെടെയാണ് ഇങ്ങനെ ഒരു മറുപടി എന്നത്. അതായത് KC വേണുഗോപാൽ ആണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത ഉള്ളയാൾ. കാരണം അദ്ദേഹം കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ആളായി വളർന്നു കഴിഞ്ഞു. അത് അഭിനന്ദനാർഹ്യമാണ്. ഒപ്പം തന്നെ KCക്കൊപ്പം മാത്രമാണ് അണികൾ ഉള്ളത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. അതേസമയം ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വരും എന്നതിനെ സംബന്ധിച്ച്, അധികാരത്തിൽ വന്നാൽ മാത്രമല്ലേ ഇത്തരത്തിലൊരു തർക്കമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ തമ്മിലടി മാത്രമല്ല, ഈ പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമ്പോൾ അത് BJP വലിയ തോതിൽ അത് ഉപയോഗിക്കുകയും കോൺഗ്രസ് വോട്ടുകൾ ഒഴുകുന്നത് BJPയിലേക്കാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും. അതൊരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കില്ല, പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൻ്റെ സാഹചര്യവും അങ്ങനെയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും VD സതീശനെ വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയും എന്നാൽ KC വേണുഗോപാലിന് കയ്യടി നൽകിക്കൊണ്ടുമുള്ള പ്രതികരണമായിരുന്നു നമ്മളോട് സംസാരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശ്രീജ, ഇനി CPM-ലേക്ക് വന്നാൽ സുധാകരനെ വേണ്ടിയാണ് ഇന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകളുള്ളത്. സുധാകരനെ വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് നന്നാവില്ല. സുധാകരനെ ദ്രോഹിക്കുന്നതിനും പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത്. അതെന്താണ് വെള്ളാപ്പള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് ആലപ്പുഴയിലെ ഒരു CPM രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്താൽ കൃത്യമായി പറയാൻ കഴിയും. ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായ സാഹചര്യങ്ങൾ വളരെയധികം ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് നേരെ ഒരു ഇടത് സൈബർ കോളങ്ങളിൽ നിന്ന് പ്രകോപിപ്പിക്കുന്ന പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അത് അതിരുകടന്ന വിമർശനങ്ങളിലേക്ക് പോകുന്നു. പാർട്ടി അംഗത്വത്തിലിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ അത്തരത്തിൽ വിമർശനങ്ങൾ പരസ്യമായി അപമാനിച്ചുകൊണ്ട് എഴുതുമ്പോൾ അതിനെതിരെ സുധാകരൻ വളരെ പ്രകോപനപരമായി തിരിച്ച് അദ്ദേഹം മറുപടി പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായതോടുകൂടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ കൂടിയുണ്ട്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹവും അത്തരം ഒരു നിരീക്ഷണത്തിലൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജി സുധാകരനെ പിണക്കി നിർത്തുന്നത് ശരിയല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജി സുധാകരനെ ദുഃഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു കാര്യത്തിലേക്ക് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ സൈബർ ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തണം, അതിനകത്ത് കൃത്യമായ നടപടി എടുത്ത് പോകണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ജനകീയ നേതാവാണ്. ജനകീയ നേതാവായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു നേതാവാണ്. വേരുകൾ ആഴത്തിൽ ആലപ്പുഴയിൽ ഉള്ള ഒരാളാണ്. അത്തരം ഒരാളെ മറ്റൊരു രീതിയിൽ ആക്രമിച്ച് പുറത്തു നിൽക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതിനകത്ത് CPM നടപടിയെടുക്കാതെ നിൽക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനമാണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാവുകയും അത് CPMന് തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്തേക്ക് കൊണ്ടുവരണമോ എന്നുമല്ല വെള്ളാപ്പള്ളി പറയുന്നത്. മറിച്ച് ജി സുധാകരൻ്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് CPM മുന്നോട്ട് പോകണം. അത് ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നില്ല. അങ്ങനെ പോയാൽ അത് ദോഷം ചെയ്യും. അത് ദോഷം ചെയ്യുന്നത് മറ്റൊരു തലത്തിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് അത്തരമൊരു നിരീക്ഷണമാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജ. ചരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്റെ നിലപാട് പറയുകയാണ്. KC വേണുഗോപാലിനൊപ്പമാണ് അണികളുള്ളത്. VD സതീശനൊപ്പം ആരുമില്ല. അത് കടന്ന ഒരു മരപ്പട്ടി പോലുമില്ല. VD സതീശൻ്റെ അദ്ദേഹം നാളുകളായി തുടർന്നു വരുന്ന VD സതീശനെതിരായ അധിക്ഷേപങ്ങൾ ചരണിക്ക് നൽകിയ അഭിമുഖത്തിലും ആവർത്തിക്കുകയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് വിവരങ്ങളിലേക്ക് പോവുകയാണ്. CPMന് ഹൃദയബന്ധമുള്ള പഞ്ചായത്താണ് EMSന്റെ ജന്മനാടായ മലപ്പുറത്തെ ഏലംകുളം. 40 വർഷങ്ങൾക്ക് ശേഷം ഏലംകുളം 2020 UDF പിടിച്ചെങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ സ്വതന്ത്ര അംഗത്തെ ഇപ്പുറത്തേക്ക് എത്തിച്ച് ഇടതുപക്ഷം ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഇക്കുറി എന്താവും സംഭവിക്കുക? ഏലംകുളം ചുവന്നു തന്നെ ഇരിക്കുമെന്ന് CPM അവകാശപ്പെടുമ്പോൾ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് UDFന്റെ പ്രചാരം. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS എന്നും ഇടതുപക്ഷത്തിന്റെ മാർഗദീപവും അഭിമാനവുമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത് നഷ്ടമായത് അതുകൊണ്ട് തന്നെ 2020 CPMനുണ്ടാക്കിയ അപമാനം ചെറുതല്ല. 5 സീറ്റ് നേടിയ കോൺഗ്രസും 2 സീറ്റ് നേടിയ മുസ്ലിം ലീഗിനുമൊപ്പം 1 സീറ്റുമായി വെൽഫെയർ പാർട്ടി കൂടി ചേർന്നതോടെ UDF LDF കക്ഷിനില 8-8 ആയി. നറുക്കെടുപ്പിന്റെ ഭാഗ്യം കൂടി ഒപ്പം നിന്നതോടെ ഭരണം UDFന്. 4 വർഷത്തിനു ശേഷം UDF സ്വതന്ത്ര അംഗത്തെ ഇപ്പുറത്തേക്ക് എത്തിച്ച് അവിശ്വാസത്തിലൂടെ LDF ഭരണം തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇക്കുറി സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്നും ഭരണം തുടരുമെന്നും CPM. ഒപ്പം കഴിഞ്ഞ തവണ UDFനെ സഹായിച്ച വെൽഫെയറിനെ നിലം തൊടാൻ അനുവദിക്കില്ല എന്നുകൂടി CPM ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളുടെ ഏക അജണ്ട വെൽഫെയർ പാർട്ടി എന്ന പാർട്ടിയെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള വലിയൊരു നടപടികളുമായിട്ടാണ് LDF പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ടോടു കൂടി നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും LDF അധികാരത്തിലേൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ കുതന്ത്രത്തിലൂടെ അധികാരത്തിൽ തിരിച്ചെത്തിയ LDFനെ ജനം തിരിച്ചറിഞ്ഞുവെന്നും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും UDF പറയുന്നു. വെൽഫെയറിനെ തോൽപ്പിക്കാമെന്നത് CPMന്റെ വ്യാമോഹം മാത്രമാണെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ.
4 വർഷം കൊണ്ട് ഞങ്ങൾ ശരിയായ ജനകീയാസൂത്രണത്തിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ 3 ടയർ എന്നുള്ള ആ ത്രിതല സംവിധാനം 100% വിനിയോഗിച്ച ഒരു 4 വർഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നേട്ടം ഈ പഞ്ചായത്ത് 4 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനങ്ങളത് അനുഭവിച്ചു. വരും കാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഏലംകുളത്തെ ജനങ്ങൾ അധികാരത്തിൽ ഏറും എന്നുള്ള ഞങ്ങൾക്ക് സംശയമില്ല. 4 വർഷം UDF നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF ഭരണ നേട്ടമായി പ്രചരിപ്പിക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും UDF. ഈ ഒരു വർഷം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം 2024 ഒക്ടോബറിലാണോ തോന്നുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഭരണസമിതി വന്നത്. ഈ ഒരു 10 മാസം കൊണ്ട് എന്താ നടപ്പിലാക്കാൻ കഴിയുക? ഒരു പേപ്പർ സർക്കാരിലേക്ക് അയച്ച് അതിൻ്റെ മറുപടി വരാൻ പോലും സമയമില്ലാത്ത ഈ ഒരു 10 മാസം കൊണ്ട് എന്ത് വികസനം നടത്തുന്ന അവർ പറയുന്നത്? അവർ പറയട്ടെ, അവർ ഓരോ വികസനങ്ങളും അവർ അക്കമിട്ട് പറയട്ടെ, ഇന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ഇവിടെ കഴിഞ്ഞ 10 മാസമായി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും LDF നേതാക്കന്മാരും ഉദ്ഘാടനത്തിനൊരു ഘോഷയാത്രയാണ്. എല്ലാ ഉദ്ഘാടനത്തിനും ഘോഷയാത്ര, അതിൻ്റെ ഫോട്ടോഷോപ്പും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഭരണത്തിൽ കയറി 2 മാസത്തിനകത്ത് ഉദ്ഘാടനം തുടങ്ങണമെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഈ ഉദ്ഘാടനങ്ങളുടെ മാമാങ്കവും ഘോഷവും. എന്നാൽ UDF 4 കൊല്ലം ഒന്നും ചെയ്തില്ല എന്നും LDFന്റെ ഭരണ നേട്ടങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്നും CPM മറുപടി പറയുന്നു. അവരൊന്നും വിതച്ചിട്ടില്ല, ഞങ്ങൾ കൊയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്ന ഈ ഒരു വർഷം നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുനഃക്രമീകരിച്ചപ്പോൾ 2 വാർഡുകൾ കൂടി അധികമുണ്ട് ഏലംകുളത്ത്. അവസാന വർഷം ഭരിച്ച LDF UDFന്റെ വാർഡുകൾ വെട്ടിമുറിച്ചുവെന്ന ആരോപണവും UDFനുണ്ട്. ഏലംകുളത്ത് ചെങ്കൊടി പാറുമെന്ന് CPM ഉറപ്പിച്ചു പറയുമ്പോൾ അട്ടിമറിക്കാൻ കഴിയാത്ത വിധം ആധികാരിക വിജയം നേടുമെന്നാണ് UDFന്റെ അവകാശവാദം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. SIRന്റെ ഭാഗമായി രാത്രിയിലും ഗൃഹസന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ നേതൃത്വത്തിലാണ് രാത്രിയിലെ ഗൃഹസന്ദർശനം. എന്യൂമറേഷൻ നടപടികൾ നിശ്ചയിച്ചതിലും മുന്നേ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. SIRന്റെ ഭാഗമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് രാജാജി നഗറിലാണ്. ഇവിടെ പകൽ വന്നാൽ ആളുകളെ കാണാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ, ജോലിക്ക് മറ്റുമായി പുറത്തു പോകുന്ന സാഹചര്യമുള്ളതിനാൽ രാത്രി 7 മണിക്ക് ശേഷം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ ഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരിട്ട് എത്തിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതോടൊപ്പം സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും സമാനമായ തരത്തിൽ 2 ആഴ്ചക്കുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. എന്തായാലും നവംബർ 25-ന് മുമ്പ് ഈ നടപടികൾ പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും BLOമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചില പ്രായോഗികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഏറെക്കുറെ മാറി ആളുകൾക്കിടയിലേക്ക് കൃത്യമായി ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുവെന്ന വലിയ ആത്മവിശ്വാസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതോടൊപ്പം BLOമാരും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നമ്മുടെ ഉദ്ദേശം ജനങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് പോകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം 2 ദിവസമായിട്ട് നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത്. സോ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഓരോ നിർദ്ദേശം, കുറേ ആൾക്കാർ രാവിലെ ജോലിക്ക് പോകും, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കാം, ഇല്ല ബാക്കി ഉദ്യോഗസ്ഥരല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ BLOമാർ ആ സമയത്ത് സന്ദർശിക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം അവർക്ക് BLO കാണാൻ പറ്റത്തില്ല, പിന്നെ ഫോം കൂടി നൽകാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വന്നിട്ടുള്ള ഒരു പ്രയാസം. പിന്നെ നമ്മുടെ സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിംഗ് എടുക്കാറുണ്ട്. BLOമാരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് അവർക്ക് ഒരു പ്രയാസമില്ല, അവർ രാത്രി വേണമെങ്കിൽ പോയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സൈഡിലേക്ക് പോകുമ്പം ആ ഒരു ഇത് നമ്മൾ ഒരു ഉദ്ദേശം കാണുമല്ലോ, ഒരു വീട്ടിൽ എത്ര പേര് കാണും, അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല. ചോദിക്കാറുണ്ട് ഇത് എന്തിൻ്റെയാണ് എന്നുള്ളത്, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഒരു പേടിയുണ്ട് ജനങ്ങൾക്ക്, പക്ഷെ എന്നാലും അതൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ അങ്ങനെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തായാലും 2 ആഴ്ചക്കകം നവംബർ 25 വരെ സമയമുണ്ടെങ്കിലും വരുന്ന 2 ആഴ്ചക്കകത്ത് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വലിയ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, SIRമായി ബന്ധപ്പെട്ട ഫോം വിതരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2002-ലെ SIRൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളില്ല.
അതിന് ശേഷമുള്ളവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ നേരിൽ കണ്ട് ഒരുപക്ഷെ ഒന്നിലധികം തവണ BLOമാർക്ക് ഈ വീടുകളിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. അതിൽ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ഓർഡർ ഉണ്ടാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇലക്ഷൻ കമ്മീഷനും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ റിമാൻഡിൽ തുടരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനും SIT കോടതിയിൽ അപേക്ഷ നൽകും. ഇതിനിടെ N വാസുവിനെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്നും സൂചനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുൻപ് പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെയും അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് പരിശോധിക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് വിജയകുമാർ നൽകിയ മൊഴി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ N. വാസുവിന്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിളപ്പാളിയിലെയും ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനുള്ള നടപടികളും SIT ഉടൻ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ശാസ്ത്രീയ പരിശോധനയാണ്. അതിനൊരു സമയം അനുവദിച്ചിട്ടുണ്ട്. അത് 10 ദിവസത്തിനകം പൂർത്തിയാകും. മറ്റൊന്ന്, ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ ഓരോരുത്തരും പറയുന്നതിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇതിന് ഉത്തരവാദിയെന്ന് ഒരു വിഭാഗം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ പറയുന്നു തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. ഇതൊക്കെ ഒന്നിച്ചിരുന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. ആ ഒരു നീക്കത്തിലേക്ക് എപ്പോഴായിരിക്കും SIT കടക്കുന്നത്? ഞങ്ങളിപ്പോൾ ഉള്ളത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്താണ്. ഈ ഓഫീസിലാണ് SP ശശിധരന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം നേരത്തെ തന്നെ ഇന്ന് ഓഫീസിലേക്ക് എത്തി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത, അതായത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയ മുൻ തിരുവാഭരണം കമ്മീഷണർ കൂടിയായ KS ബൈജുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ 2019 ഈ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ അടക്കം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു. പക്ഷേ കൃത്യമായി KS ബൈജു ഇതിനെക്കുറിച്ച് അറിഞ്ഞു തന്നെയാണ് ശബരിമലയിൽ ഈ അവിടെ നിന്ന് ഈ വിലപ്പെട്ട വസ്തുക്കൾ കൊണ്ടുപോകുന്ന ദിവസം ബോധപൂർവം ജോലിക്ക് വരാതിരുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതായത് കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് SIT. അതിന്റെ ഭാഗമായാണ് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ നിന്ന് ഈ മുൻ തിരുവാഭരണ കമ്മീഷണറെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 2 കസ്റ്റഡി അപേക്ഷകളായിരിക്കും കോടതിയിൽ അവർ സമർപ്പിക്കുക. അതിൽ ഒന്ന് തിരുവാഭരണ കമ്മീഷണറായ KS ബൈജുവിന് വേണ്ടിയും അതോടൊപ്പം രണ്ടാമത്തെ കസ്റ്റഡി അപേക്ഷ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ കൂടിയായിരുന്ന മുരാരി ബാബുവിന് വേണ്ടിയാണ്. അങ്ങനെ ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡി ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തി, അതായത് വരുന്ന തിങ്കളാഴ്ച വരെയാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അങ്ങനെ ഈ 3 പേരെയും 2-3 ദിവസം കൊണ്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ മുഴുവൻ തീർക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഈ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട N. വാസുവിനെതിരെ അടക്കം ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തൊക്കെയാണ് നിജസ്ഥിതി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ഇവരെ ഒരുമിച്ചെത്തി നടത്തുന്ന ചോദ്യം ചെയ്തിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായാണ് 2 പേർക്ക് വേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയുന്നു. ശരി ഡാൻ, മറ്റൊരു കാര്യം, ഈ പുതിയ ദേവസ്വം ബോർഡ് ഇന്ന് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ഈ പ്രശാന്തിന് പകരം ആരായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയാവുന്നുണ്ടോ? ദേവകുമാറോ അല്ലെങ്കിൽ A. സമ്പത്തോ, ആരുടെ പേരിനാണിപ്പോൾ മുൻതൂക്കം ഉള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം ഉണ്ടാകുക. ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ സമ്പത്തിന്റെ ഉൾപ്പെടെ 2 പേരുകൾ ചർച്ചകളിലുണ്ട്. 2 പേരുകളും മുമ്പോട്ട് വെക്കുന്നതിന് പല കാരണങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്
നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ 2 പേരും അല്ലാതെ മറ്റാരെങ്കിലും ആയിക്കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം, കാരണം ജാതി സമവാക്യങ്ങൾ അടക്കം നോക്കിക്കൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല നിലവിലെ സാഹചര്യത്തിൽ. കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ വിവാദങ്ങൾ തീർത്തിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി നൽകുക എന്ന ഒരു നീക്കം കൂടി ഈ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് PS പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രശാന്തിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സർക്കാർ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൃത്യമായി ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി എന്നുകൊണ്ടുമായിരിക്കും പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സർക്കാർ തീരുമാനിക്കുക. അതിൽ ഇന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമായി മാറും. അതിലായിരിക്കും ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം തെളിയുക. ഏതാണ്ട് ഉച്ചയോടെ അത് സംബന്ധിച്ചൊരു സൂചന ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇല്ല എന്നാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരുൾപ്പെടെ ഈ നടിക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ഇത്തരമൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം നടന്നത്. ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയായിരുന്നു. ഈ ചിത്രത്തിൽ ഒരു ഡോക്ടർ മധുമിത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് ഗൗരി ജി കൃഷ്ണ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കഥാപാത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യവും ഇന്നലത്തെ ഈ പത്രസമ്മേളനത്തിൽ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നായികയുടെ ഭാരത്തിനെ പറ്റിയിട്ട് മാത്രമാണ് ചോദിച്ചത്. അതുതന്നെയാണ് ഗൗരി കൃഷ്ണ ചോദ്യം ചെയ്തതും. താൻ മാത്രമാണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഈ റൂമിൽ ഒരേ ഒരു സ്ത്രീയായിട്ടുള്ളത്. തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുന്നു. ഇത് ഈ താരത്തിനോട് കയർത്ത് സംസാരിച്ച ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമല്ല ഈ ചോദ്യം ചോദിച്ചത്. മറ്റൊരു മാധ്യമപ്രവർത്തകൻ നേരത്തെ തന്നെ ഈ ചോദ്യം താരത്തിനോട് ചോദിച്ചിരുന്നു, താരത്തിൻ്റെ ഭാരത്തിനെ പറ്റിയിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് ഇത് അവഗണിച്ച് വിടുകയായിരുന്നു ചെയ്തത്. എന്നാൽ രണ്ടാമത് വീണ്ടും മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ നായകനോട് താരത്തിനെ ഈ ഗൗരി കൃഷ്ണയെ എടുത്തു പൊക്കിയപ്പോൾ ഭാരമുണ്ടായിരുന്നോ എന്നുള്ള തരത്തിൽ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഗൗരി കൃഷ്ണ ഇടപെട്ട് ഈ മാധ്യമപ്രവർത്തകൻ്റെ ഈ ചോദ്യത്തിനെ തിരിച്ച് ചോദ്യം ചെയ്തത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് തനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം തനിക്കില്ലേ, എന്തിനാണ് താൻ മറ്റൊരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ കയറി ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ തിരിച്ച് ഗൗരി കൃഷ്ണയോട് ചോദിച്ചത്. എന്നാൽ അവർ പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്, എൻ്റെ ശരീരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ബോഡി ഷെയ്മിംഗ് പരാമർശമാണ് നടത്തിയത്. അത് ചോദ്യം ചെയ്യാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് നായിക പറയുന്നുണ്ട്. എന്നാൽ ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം പറയുന്ന എല്ലാ മറുപടികൾക്കും കാതോർക്കാൻ ഒരു മര്യാദ ഗൗരികൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗൗരികൃഷ്ണ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയത് വരെ. എന്നാൽ ഈ നടിയെ സംസാരിക്കുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയിൽ കയറി ഇടപെട്ട് ചോദ്യം ചോദിച്ച് ബഹളമുണ്ടാക്കി അവിടെ ഒരു കോലാഹലം സൃഷ്ടിക്കാനാണ് ഈ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഈ സിനിമാ പ്രവർത്തകർ ഈ അബിൻ ഹരിഹരനാണെങ്കിലും ആദിത്യ മാധവനാണെങ്കിലും രണ്ടുപേരും ഈ നായികയെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, വിഷയത്തിൽ മൗനം പുലർത്തി ഈ സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ എന്നുള്ള തരത്തിൽ വിഷയത്തെ മാറ്റിക്കൊണ്ടു പോകാൻ മാത്രമാണ് ഇവർ ശ്രമിച്ചത്. സിനിമയുടെ PRO അപ്പോഴവിടേക്ക് എത്തി. അദ്ദേഹവും ശ്രമിച്ചത് നായികയെ സമാധാനിപ്പിച്ച് അവരെ നിശബ്ദയാക്കാനാണ്. എന്നാൽ നിശബ്ദയാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം താരം സാമൂഹ്യ മാധ്യമം വഴി പ്രതികരിച്ചിരുന്നു. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തനിക്ക് നേരിട്ട അധിക്ഷേപത്തെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകർക്കാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും ചുട്ട മറുപടി നൽകുകയാണ് താരം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ് ഗൗരി ജി കൃഷ്ണൻ. 96 എന്ന സിനിമയിലൂടെ എത്തിയ മലയാളിയായ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളിയായ നായികയാണ് ഗൗരിക്കെതിരെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ചോദ്യം നേരിടേണ്ടി വന്നത്. ആ ചോദ്യത്തിലെ പ്രശ്നം എന്താണെന്ന് അവിടെയുള്ള പുരുഷന്മാർക്കാർക്കും മനസ്സിലായതുപോലുമില്ല എന്നതാണ് ദുഃഖകരം. അതെപ്പോഴും അങ്ങനെയാണ്. സ്ത്രീയുടെ ഭാരം കൂടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നായികയുടെ ഭാരം കൂടിയതുകൊണ്ട് എടുത്തു പോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ അല്ലെങ്കിൽ നായികയ്ക്ക് ഭാരമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ദുഃഖകരം. അത് കൂടെയുള്ള ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ, ആ സിനിമയുടെ സംവിധായകനും നായകനും പോലും ഒരു വാക്കുകൊണ്ട് ഒരു സപ്പോർട്ടുമായി എത്തിയില്ല എന്നതാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ വീഡിയോ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്.
തുടർന്നും അങ്ങനെ ഒരു പ്രതികരണമില്ല. മറിച്ച് നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തെ ലഘൂകരിക്കാൻ മാത്രമാണ് അണിയറ പ്രവർത്തകർ നോക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ മനോഭാവം അല്ലെങ്കിൽ യൂട്യൂബർമാരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ മനോഭാവമാണ് ശ്രദ്ധിക്കേണ്ടത്. തന്നെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു പെൺകുട്ടി ശ്രമിക്കുമ്പോൾ അതിനെ ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടിയാണ് നേരിടുന്നത് എന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് കൊല്ലം സ്വദേശിയായ വേണു മരിച്ചു എന്ന ആരോപണം. ആ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. അതേസമയം ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. വിവരങ്ങളുമായി എസ് വിനീഷ്, ഒരുപക്ഷെ ഇന്ന് ആ ശബ്ദ സന്ദേശത്തിൻ്റെ ടെക്സ്റ്റായി പലയിടത്തും വായിക്കുമ്പോൾ അതീവ ദയനീയമാണ്. ഈ ആശുപത്രിയിൽ വന്ന് ഞാൻ കുടുങ്ങിപ്പോയി, അടിയന്തരമായി ആൻജിയോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞ് ആംബുലൻസിൽ ഒരു റെഫറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച ഒരാളെ 4 ദിവസം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. 4ാമത്തെ ദിവസം പരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നു, മരിക്കുന്നു. അതീവ ദുഃഖകരമാണ്. അത് ആശുപത്രി എങ്ങനെ തന്നെ ന്യായീകരിച്ചാലും ഇപ്പോൾ കുടുംബം എങ്ങനെയാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ശ്രീജ, കുടുംബം തുടർ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ ഇതിൽ ഒരു വിശദീകരണവുമായി എത്തിയിരുന്നു. തങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തി, മുൻപ് ഇയാൾക്ക് സ്ട്രോക്കുള്ള രോഗിയായിരുന്നു എന്നതടക്കം ചില വിശദീകരണങ്ങൾ നടത്തി. പക്ഷെ എന്നാലും അവർ ഈ ശബ്ദ സന്ദേശത്തിൽ അവരെയും വളരെ വിഷമിപ്പിച്ചു എന്നതടക്കം മാധ്യമങ്ങളോട് പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കുടുംബം ഉറച്ചു തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ആ മൊഴിയിൽ തന്നെ ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ശ്രീജ. കുടുംബം പറയുന്നത് തങ്ങളുടെ ഭർത്താവിന് ചികിത്സ ലഭ്യമാകാഞ്ഞത് കൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ്. ഇതിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും പ്രതിഷേധങ്ങൾ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇവരുടെ വീട്ടിലുണ്ടായ ഈ ഒരു നഷ്ടം, കാരണം ആ വീട്ടിലെ ആകെ ഒരു അത്താണിയായിരുന്നു ഈ വേണു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ചൊക്കെയായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നതെന്നാണ് വേണുവിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ആ ഒരു തീരാനഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി തന്നെ മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഈ ഒരു അവർ ആദ്യം നൽകിയ മൊഴിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് ശ്രീജ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അതേസമയം ഇത് ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആയതിൻ്റെ തെളിവാണെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ ഈ വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തെ മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരിയായ പെൺകുട്ടി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. തലച്ചോറിനേറ്റ ക്ഷതം വെല്ലുവിളിയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ യുവതിയുടെ ചികിത്സ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കർശന പരിശോധന RPFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തുന്നുണ്ട്. കുതിരാനിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയത്. ആനകളെ തുരത്താൻ വയനാട്ടിൽ നിന്ന് ഭരത്, വിക്രം എന്നീ കുങ്കി ആനകളെ എത്തിച്ചു. ഇരുമ്പ് പാലത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ നീക്കം തുടരുകയാണ്. 2 മാസമായി തുടർച്ചയായി മേഖലയിൽ ആന ഇറങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. വനം വകുപ്പിന്റെ ഒരു ജീപ്പും ആന തകർത്തു. വനമന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാട്ടാന ശല്യത്തിൽ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഒരിടവേള കൂടി. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് മുന്നണികൾ. സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് ഇന്ത്യ സഖ്യവും അനുകൂല തരംഗമെന്ന് NDA നേതാക്കളും അവകാശപ്പെടുന്നു. 64.66% ആദ്യഘട്ടത്തിലെ പോളിംഗ്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, രാവിലെ തൊട്ട് തന്നെ ഇന്നലെ ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള പോളിംഗ് കണ്ടിരുന്നു. ആദ്യഘട്ടം വെച്ച് നോക്കുമ്പോൾ വലിയ മോശമല്ലാത്തൊരു പോളിംഗ് ഉണ്ട്. അത് ഓരോ തരത്തിലാണ് ഇരു വിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നത്? എന്തൊക്കെയാണ് പൊതുവെ വിലയിരുത്തലുകൾ? ശ്രീജ, ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 64.66. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിട്ടാണ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇതിനു മുൻപ് 2000-ലാണ് ഇതുപോലെ 62.57% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 98-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 64.6% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ഇപ്പോൾ 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഏതായാലും വലിയ പ്രതീക്ഷ മുന്നണികൾ ഇപ്പോൾ പുലർത്തുന്നുണ്ട്. കാരണം രണ്ടു കൂട്ടരും തരംഗം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് NDA. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാവിലെ മുതൽ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം വോട്ടെടുപ്പിലുണ്ടായിരുന്നു. സാധാരണഗതിയിൽ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് NDAക്ക്, പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് തുടർഭരണം നൽകിയിരുന്നത്. അപ്പോൾ ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. വലിയ തരംഗമുണ്ട് എന്നാണ് അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഏറ്റവും ഒടുവിലായി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തുന്ന പദ്ധതി, അത് ഗുണം ചെയ്തു വോട്ടെടുപ്പിൽ എന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്. കാരണം ആ പൈസ കൊണ്ട് പശുവിനെയും ആടിനെയും ഒക്കെ തന്നെ വാങ്ങിയവരുണ്ട്, ചെറിയ കടകൾ തുടങ്ങിയവരുണ്ട്. അങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായകരമായി എന്ന വിലയിരുത്തലാണ് NDA ക്യാമ്പിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ NDA വിലയിരുത്തുകയും ചെയ്യുന്നു. ഇന്ത്യ സഖ്യം പക്ഷേ അങ്ങനെയല്ല. സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞു വീശിയിട്ടുണ്ട്. അതാണ് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളെന്ന പ്രതികരണമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 121-ൽ 61 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്. ഇത്തവണ അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കളും പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷത്തിൽ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ പോലും ആർക്ക് അനുകൂലമായിരിക്കും ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് എന്നൊരു ആശങ്ക ഈ പാർട്ടികൾക്കുണ്ട്. അവർ പുറമേക്ക് പറയുന്നില്ലെങ്കിൽ പോലും. പക്ഷേ മറ്റൊരു വാദമായി വരുന്നത് SIR നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 35 ലക്ഷം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ പുതുക്കി വന്നപ്പോൾ ഒന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടുകൾ ഒഴിവാക്കിയത് ആദ്യ ഘട്ടത്തിലെ 121 മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 15 ലക്ഷം വരും. സ്വാഭാവികമായും ആ ഒരു കുറവാണ് പോളിംഗ് ശതമാനത്തിൻ്റെ വർധനയായി ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണികൾ പുറമേക്ക് വലിയ പ്രതീക്ഷയൊക്കെ പങ്കുവെക്കുമ്പോൾ പോലും വോട്ടിംഗ് ആർക്ക് അനുകൂലമെന്നൊരു കണക്കുകൂട്ടലിലേക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുന്നണികൾ കടക്കുന്നതേയുള്ളൂ. ശ്രീജ. ശരി, ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറ്റവും മികച്ച പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വലിയ പ്രതീക്ഷയിലാണ് മഹാസഖ്യവും ഒപ്പം NDAയും. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വിശദമായ വാർത്തകളുടെ സമയമാണ്, വിശകലനത്തിൻ്റെ സമയമാണ്. ന്യൂസ് ട്രെൻഡ്സ് കാണാം.